നമുക്കിന്ന് ഒരു അടിപൊളി ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് താറാവിറച്ചിയെല്ലാം വാങ്ങിയിട്ട് വന്നേ. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വെള്ളം വാലാൻ വെക്കണം. അതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചു, പച്ചമുളക്, കറിവേപ്പില എടുത്ത് വെച്ചു, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു, നല്ലപോലെ കല്ലിൽ വെച്ച് ചതച്ചാണ് കേട്ടോ. പിന്നെ ഒരു അടി കട്ടിയുള്ള എന്തെങ്കിലും പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കുക. ചൂടാക്കിയിട്ട് സിമ്മിലിടുക. അതിന് ശേഷം വേണം കേട്ടോ പൊടികൾ ഇട്ട് കൊടുക്കാൻ. പൊടികൾ കരിയാണ്ട് നോക്കണം കേട്ടോ, എന്നാൽ നല്ലപോലെ മൂക്കുകയും വേണം. അപ്പോൾ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടി നമ്മൾ 1 സ്പൂണേയാണ് ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടുത്തെ വീട്ടിൽ തന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾ നട്ടുപറിച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ മസാലക്കൂട്ടായാലും നമ്മൾ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. മസാല കുരുമുളകും നമ്മൾ തന്നെ. അപ്പോൾ കുരുമുളകും മസാലയെല്ലാം ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ നല്ലൊരു മണം വരും കേട്ടോ. എല്ലാം കൂടി മൂത്ത് കഴിയുമ്പോൾ കരിയരുത്, എപ്പോഴും ശ്രദ്ധിക്കണേ. നല്ലപോലെ ഇളകി കൊടുക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ നല്ലപോലെ അത് മൂത്തതിന് ശേഷം ഈ കഴുകി വെള്ളം വാർന്നു പോയിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പൊടിയിൽ ഈ മസാല നല്ലപോലെ അതിലോട്ട് പിടിക്കണം. അപ്പോൾ ഈ ചെറു തീയിൽ കിടക്കുകയാണ്, ചെറു തീയുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് നല്ലപോലെ അടിക്കൊന്നും പിടിക്കൂല കേട്ടോ, നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നല്ലപോലെ മിക്സാക്കി അരപ്പെല്ലാം പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കണം. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ എല്ലാത്തിലും പിടിക്കാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്നതും ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, വഴറ്റാണ്ടാണ് ഉണ്ടാക്കണത്, അതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും വിചാരിക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിനു കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സിമ്മിലിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത്. തീ കൂട്ടി വെക്കൂല. ചെറു തീയിൽ കിടന്ന് എന്ത് മീറ്റായാലും ചെറു തീയിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലപോലെ അരപ്പും പിടിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ മിക്കപ്പോഴും ടൈമുള്ളപ്പോൾ ഇങ്ങനെ തന്നെയായിട്ട് ചെയ്യൽ. അപ്പോൾ നല്ലപോലെ ഇത് ഇളക്കി പിടിപ്പിച്ച് വെള്ളവും ചേർത്ത് അടച്ച് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം പരുവാവാനായിട്ടുണ്ട്, നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പ കുഴച്ചത് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കപ്പ നമുക്കിവിടെ സുലഭമാണ്, അപ്പം അതുകൊണ്ടാണ് കേട്ടോ കപ്പ എടുത്തത്. കപ്പ വെന്ത് ജസ്റ്റ് നല്ലപോലെ വേവണ കപ്പയാണ്. അപ്പോൾ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പും മാത്രം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത കപ്പയാണ്. അപ്പം അതിനകത്തോട്ട് നമ്മുടെ ഡക്ക് റോസ്റ്റ് കുറച്ചെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ലപോലെ വരണ്ട അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ ഡക്ക്. ഇതാട്ടോ എൻ്റെ ടേസ്റ്റർ. എല്ലാ അഭിപ്രായം അവിടെ നിന്നാണ് വരുന്നത്. ഫേസ് കണ്ടാൽ തന്നെ അറിയാലോ സൂപ്പറാണ് ഫുഡെന്ന്. പുള്ളി കഴിക്കണയിലേക്ക് ശ്രദ്ധയായിട്ടോ, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്ന കേട്ടോ എനിക്ക് സന്തോഷം. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഫുഡ് നല്ലതാണോ എന്നുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ഇടുമ്പോഴല്ലേ എനിക്കൊരു പ്രോത്സാഹനം. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാവേ.